വീടിനകത്ത് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റെയർ കേസ് ആണെന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, അത് പ്രത്യേകിച്ചും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നല്ലത് പ്ലാസ്റ്ററിങ്ങിന്റെ ടൈമിലാണ് സ്ട്രക്ചർ ചെയ്യാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മളെ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുന്ന ആ സമയത്താണ് നമ്മൾ ഈ മെറ്റൽ സ്റ്റെയർ കേസിന്റെ സ്ട്രക്ചർ അടിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരുപാട് മോഡൽസ് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന സെൻറ്ററിലൂടെ ഒറ്റ ബീം പോകുന്ന സിംഗിൾ സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിന് നിർബന്ധമായിട്ടും നമ്മൾ ഇത് സെൻറ്ററിൽ കൂടെ ഒരൊറ്റ ബീം ആയത് കാരണം ഇതിന് കൊടുക്കുന്ന പ്ലേറ്റ്, സ്റ്റെപ്പിൻ്റെ പ്ലേറ്റ് ഏറ്റവും മിനിമം 10 mm തിക്നെസ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്ലയൻസിന് സജസ്റ്റ് ചെയ്യുന്നത് 10 mm തിക്നെസ്സിൻ്റെ പ്ലേറ്റുകളാണ്. അതും ലേസർ കട്ടിങ് പ്ലേറ്റ്സുകളാണ്. CNC ലേസർ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫെക്ഷനും ഫിനിഷിങ് വേറെ ലെവലിൽ തന്നെ ആയിരിക്കും. പിന്നെ അതിന് കൊടുക്കുന്ന മെയിൻ സ്ട്രിങ്, ആ ട്യൂബ് എന്ന് പറയുന്നത് മിനിമം 4 mm തിക്നെസ്സിൽ